ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ബോക്സിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് ഈ ബോക്സ് തുറക്കാൻ പോകാം ഗൈസ്. ഇതാണ് എൻ്റെ ബോക്സ്. ഇവിടെ കട്ടർ ഉണ്ടായിരുന്നു ഗൈസ്, അത് ഇളകിപ്പോയി. പിന്നെ അതിൻ്റെ മണ്ടയിലൊരു അടപ്പ് പോലെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഞെക്കുമ്പോൾ ഇവിടുത്തെ ഈ കട്ടറിൻ്റെ ഒരു അടപ്പുണ്ടായിരുന്നു ഗൈസ്, ക്ലോസിങ് ആയിട്ട്. അപ്പോൾ അതും ഇളകിപ്പോയി ഗൈസ്. അതിന് രണ്ടിനും വലിയ ക്വാളിറ്റി ഇല്ല ഗൈസ്. എൻ്റെ ഗൈസ് ബോക്സ് തുറക്കുമ്പോൾ ഗൈസ് ഫുള്ള് പേനയാണ് ഗൈസ്. പേനയും ഉണ്ട്, പെൻസിലും ഉണ്ട് ഗൈസ്. ഇതെന്നെടുത്ത പെൻസിലാന്ന് പോലും എനിക്കറിയത്തില്ല. ഇത്രയ്ക്കും പഴക്കമുണ്ട്, എന്നാലും ഈ പെൻസില് ഇത്ര ആയിട്ടുള്ളു. ഞാൻ ഇതിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം പെൻസിലിൻ്റെ ഉപയോഗം തീരെ ഇല്ലെന്ന് വേണം പറയാൻ. തീരെ ഇല്ലെന്ന് ഉദ്ദേശിക്കാനൊന്നും പറ്റത്തില്ല, എന്നാലും ചെറുതായിട്ടുണ്ട് ഗൈസ്. 4 പേനയാണ് ഗൈസ് ഉള്ളത്. ഇതൊരെണ്ണം എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഗൈസ്, എൻ്റെ ഒരു ഫ്രണ്ട്. പിന്നെ ഇത് എനിക്ക് തറയിൽ കിടന്ന് കിട്ടിയ പേനയാണ് ഗൈസ്. മഷി ഇവിടെ വരെ എങ്ങാണ്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ പേനയുടെ ഡീറ്റെയിൽ, എൻ്റെ കയ്യിലുള്ള മുഴുവൻ പേനയുടെയും ഡീറ്റെയിലിംഗ് വീഡിയോ പിന്നെ ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട് ഗൈസ്. ഇത് പുതിയ പേനയാണ് ഗൈസ്. പിന്നെ ഇതും പുതിയ പേനയാണ് ഗൈസ്. പിന്നെ റബ്ബർ ഉണ്ട് ഗൈസ്, ഇൻ്റർനാഷണൽ റബ്ബറാണ്, നീല കളറിൽ ഇരിക്കുന്ന. സൈഡൊക്കെ നീല കളറാണ് ഗൈസ്. ഇവിടുത്തെ ഇളകിപ്പോയി, സൈഡൊക്കെ തേഞ്ഞ് ഒരഞ്ഞിരിക്കുക. ഇവിടെ ഫുള്ള് നീല കളറാണ് ഗൈസ്. അത് ഈ സൈഡിലായിട്ടാണ് ഗൈസ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ഗൈസ്, നട്ടാൽ ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ്, കണ്ടോ? അതിനകത്തൊരു കട്ടറാണ് ഗൈസ്, മഷിയൊക്കെ പറ്റിയിരിക്കുന്നത് ഗൈസ്. പിന്നെ ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. കുറച്ച് കളറൊക്കെ ഉണ്ട് ഗൈസ്, ഓയിൽ കളേഴ്സ് ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഒരു സ്കെയിലുണ്ട് ഗൈസ്. എനിക്ക് ഈ സ്കെയിലും പുതിയതാണ് ഗൈസ്, ക്ലാസ്മേറ്റിൻ്റെ സ്കെയിലാണ് ഗൈസ്. അപ്പം കുറേ കളറൊക്കെ ഉണ്ട് ഗൈസ്, 12 കളറെങ്ങാണ്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടൊക്കെ ഫുള്ള് മഷിയൊക്കെ പറ്റിയിരിക്കുകയാണ് ഗൈസ്. ഒരു ദിവസം ഒരു കൗട്ടിയ പേന എടുത്തിട്ടാണ് ഗൈസ്. മറ്റേ ബട്ടൻ്റെ കാണാം, മാഗ്നെറ്റ് ഇതാണ് ഗൈസ്, മാഗ്നെറ്റിൻ്റെ ഗൈസ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഇവിടുത്തെയും വലുതാണ് ഗൈസ്, ഇവിടുത്തെയും മാഗ്നെറ്റ് ഉള്ളത് നോക്ക് ഗൈസ്. പക്ഷേ ഇവിടുത്തെ മാത്രം ഒരു ഉത്തൂരി ഗൈസ്, കണ്ടോ? ഇത്രയും ഉത്തൂരിയാണ് ഗൈസ്. തൊടിഞ്ഞു പോയി ഗൈസ്, നട്ടെല്ല് വളഞ്ഞു പോയി ഗൈസ്. ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഗൈസ്. ഇതാണ് എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, ക്ലാസ്മേറ്റിൻ്റെ ഗൈസ്. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ബോക്സ് പോലെ എൻ്റെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൻ്റെ പുറത്തുമുണ്ട് ഗൈസ് കുറേ കുത്തി വരെ.
റേസറും ഇവിടെ ഇല്ല, കട്ടറും ഇവിടെ ഇല്ല. റേസറും കട്ടറും അതിനകത്ത് കയറത്തില്ല ഗൈസ്. കോമ്പസ് ഇവിടെ ഒക്കെ ഒരുമിച്ചിരിപ്പുണ്ട് ഗൈസ്. ഡിവൈഡർ ഗൈസ്. ഇത് എന്തോത്തിനുള്ളതാന്ന് വെച്ച് ഇതെന്തോത്തിനുള്ള സാധനമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഗൈസ് ഇത് കമൻ്റ് ഇട്ടേക്കണേ ഗൈസ്. എനിക്കറിയത്തില്ല ഗൈസ് ഇതെന്തോത്തിനുള്ള സാധനമാണ്. സ്റ്റാപ്ലർ പിന്ന് ഗൈസ്. അത് പരീക്ഷയ്ക്ക് പോയപ്പോൾ ഇന്നലെ മെനങ്ങാന്ന് എൻ്റെ പരീക്ഷയ്ക്ക് പോയപ്പോൾ അതും എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഗൈസ്. ചുമ്മാ ഗൈസ് സ്കെയിലില്ല ഗൈസ്. സ്കെയിൽ അതിന് പകരമാണ് ഗൈസ് ഇതിനകത്ത് ഇരിക്കുന്നത്. വേണ്ട ഗൈസ്. സ്ക്വയർ ഒക്കെയാണ് എൻ്റെ സാധനങ്ങൾ. ഗൈസ് എൻ്റെ ബോക്സിലുള്ള സാധനങ്ങൾ കാണിക്കാൻ വേണ്ടിയൊക്കെയാണ് ഗൈസ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുമോ, പിന്നെ ഷെയറും ചെയ്തോളൂ. ഇനി 400 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വെറും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ വരിക. വെറും 9 സബ്സ്ക്രൈബേഴ്സും കൂടെ നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് 400 സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അടിപ്പിക്കണം ഗൈസ്. അപ്പം ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്ബും എനിക്ക് ഓരോ മോട്ടിവേഷനാണ് ഗൈസ്. ഓരോരോ പുതിയ വീഡിയോസ് ഇടാനുള്ള